ഏകദേശം ഒരു 1 ഇയർ മുന്നെയാണ് ഞാൻ മീനലക്ഷ്മിയുടെ ഈ ഒരു വീഡിയോ കാണുന്നത്, ഈ ഒരു സാരിയുടെ റിവ്യൂ. നമുക്ക് വെള്ളറ്റയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ഇവരുടെ ഈ സാരി വരുന്നത്. ഞാൻ അന്നേ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓണൊക്കെ ആയപ്പോൾ അതൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് അവർ സൈറ്റിൽ കയറിയിട്ട് ഇത് കഴിഞ്ഞ വർഷം എങ്ങാണ്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് താഴെയായിട്ടാണ് ഈ പ്രൊഡക്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തിട്ടായാലും അത് കണ്ടുപിടിച്ചു. അപ്പോൾ അവർ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ് സാരി വരുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് DM ചെയ്തിട്ട് അവരോട് റേറ്റ് ചോദിച്ചു, ഇതിനെങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത്. ആ സാരിക്ക് അവർ റേറ്റ് പറഞ്ഞത് എത്രയാണ്, റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സോറി. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സാരിക്ക് എത്രയാണ് റേറ്റ് വരിക എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് എന്തോ എറർ കാരണം സെൻഡ് ആയില്ല. പിന്നെ എപ്പോഴോ സെൻഡായി, അവർക്ക് മെസ്സേജ് സെൻഡായി. ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ എപ്പോഴോ സെൻഡ് ആയിട്ടുണ്ടായിരുന്നു മെസ്സേജ്. അപ്പോൾ അവർ എനിക്ക് റിപ്ലൈ തന്നു. റിപ്ലൈ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 2700 രൂപ. ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഫോർ മീ ഫോർ എ സാരി. സോ എനിക്കത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ, പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് സാരി മേടിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിൽ മെയിനായിട്ട് വരെ ത്രെഡ് എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കളേഴ്സ് മെറൂൺ, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ഈ കളേഴ്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ ത്രെഡ് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സെറ്റ് സാരിയാണ്. ഇതിൻ്റെ പുതിയൊരു സെറ്റ് സാരിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡാണ്. ഇത് കോട്ടൺ തന്നെ, പക്ഷെ ഒരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ഓഫ് ത്രെഡാണ്. ഇതിങ്ങനെ ഓരോ സെറ്റായിട്ടാണ് വരുന്നത്. അതിന് ഒരെണ്ണത്തിന് 5 രൂപയോ എന്തോ അത്രയേ ഉള്ളൂ. ചില കടയിൽ 10 രൂപ മേടിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പോൾ 5 രൂപയായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ചോക്ക് ഇതിൽ വരയ്ക്കാൻ, ഡ്രസ്സിലൊക്കെ വരയ്ക്കാൻ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരയ്ക്കുമല്ലോ, അങ്ങനത്തെ ഒരു ചോക്ക്. പിന്നെ നമ്മുടെ ഇത് വെച്ച് തുന്നുന്ന ഹൂപ്പാണ് വാങ്ങിച്ചത്. ഇതിനെല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഈ സാധനങ്ങൾക്കെല്ലാം കൂടിയിട്ട് ഒരു 4 രൂപ 5 രൂപ ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും എല്ലാം കൂടിയിട്ടല്ല, ഈ സാരി ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പോയ ഒരു 250-300 രൂപയായിട്ടുണ്ടാവുള്ളൂ. ഈ ത്രെഡ് ഇത്രയും ഈ പല കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം മറ്റേ സാരിയിലുള്ള സെയിം കളേഴ്സ് തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനേക്കാളും വ്യത്യാസമുണ്ട് കുറച്ചും കൂടി. പിന്നെ ഈ ഹൂപ്പ് വരുന്നത് 80 രൂപയാണ്. നമ്മുടെ ആ സാരിയിൽ കാണുന്ന കളേഴ്സിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കർ കളറാണ് ഈ ത്രെഡ് വരുന്നത്. സാരിയിൽ കാണുന്നത് വേറൊരു തരം ടൈപ്പ് ത്രെഡാണ്. ഞാൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ പേപ്പറിൽ വരച്ചിട്ട് സാരിയുടെ അടിയിൽ വെച്ചിട്ട് അതിൽ ആ ചോക്ക് വെച്ചിട്ട് വരച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നൂല് വെച്ചിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെറിയൊരു ഇത് വരച്ച് എനിക്ക് കാണാനുണ്ട്, ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാനില്ല. ചെറിയൊരു ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ട് ഇതിങ്ങനെ ത്രെഡ് ചെയ്ത് നമ്മൾ ഈ ഹൂപ്പിലിട്ടിട്ട് ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് ആ ഒരു ടൈറ്റായിട്ട് അത് നിൽക്കുള്ളൂ. അപ്പോൾ ഹൂപ്പിലിട്ടിട്ട് തന്നെ ചെയ്യണം, അല്ലാതെ നമ്മൾ കയ്യിൽ പിടിച്ച് തുന്നുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സൈഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ, ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തുന്നി കഴിയുമ്പോൾ വരുന്നത്. ഇതേപോലെ ഇതിപ്പോൾ മെറൂൺ, ഓറഞ്ച്, പിങ്ക്, ഇനി യെല്ലോ ആണ് വരുന്നത് പുറത്ത്. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ ഞാനൊരു 3 എണ്ണമാണ് ഈ ഫുൾ സാരിയിൽ ചെയ്യുന്നത്. ഒരെണ്ണം മുന്താണിയിലാണ്, 2 എണ്ണം നമ്മുടെ ഈ ചെസ്റ്റ് ഏരിയയിൽ, ഫ്രണ്ടിൽ ഈ ചെസ്റ്റ് ഏരിയയിൽ വരുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ്. ഇതുപോലെയാണ് ഞാൻ ഫുൾ ബോഡി ചെയ്യാൻ പോകുന്നത്. മീൻസ് ഫുൾ ബോഡി ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ടൈം ഉണ്ടായില്ല. അപ്പോൾ ഈ ഫുൾ ബോഡിയിൽ മീൻസ് ഈ പ്ലീറ്റ് വരുന്ന ഭാഗം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഞാനിങ്ങനെ വരച്ചു കൊടുത്തു ചോക്ക് വെച്ചിട്ട് ആ ഒരു ഷേപ്പ്. അത് നമ്മൾ ഒരെണ്ണം ആ സൈഡിലോട്ട്, ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഒരെണ്ണം റൈറ്റിലോട്ട് എന്നുള്ള രീതിയിൽ ക്രോസ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെയാണ് വരുന്നത്. അതും ഇങ്ങനെ മെറൂൺ, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, ദെൻ വീണ്ടും മെറൂൺ, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, ആ ഒരു പാറ്റേണിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതാണ് മുന്താണി ഭാഗം വരുന്നത്. ഇത് ചെസ്റ്റ് ഏരിയയിൽ ചെയ്തിരിക്കുന്ന ഒരു പൂവാണ്. 2 പൂവാണ്, വലിയ ഈ പൂക്കളാണ് ചെസ്റ്റ് ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി ഏരിയയും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇത് ഞാനിപ്പോൾ
ഫുള്ള് ബോഡി പ്ലീറ്റ് ഇടുന്ന ഭാഗം വരെ ഉള്ളത് ഞാനിപ്പോൾ തുന്നി വെച്ചിരിക്കുന്നതാണ്. പ്ലീറ്റിൻ്റെ നമ്മളിപ്പോൾ ഒരിടയ്ക്ക് ദാവണി സാരി പറഞ്ഞിട്ടൊരു സാരി ഇറങ്ങുമായിരുന്നല്ലോ, ഈ സൈഡ് വരെ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ, അതേപോലെ തന്നെയാണ് ഈ പ്ലീറ്റിൻ്റെ നമ്മൾ ഈ കുത്തുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ അറ്റത്ത് ആ പിക്ചറിൽ ടാസിൽസ് ഉണ്ടായിരുന്നു. ഞാൻ ടാസിൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പേപ്പറിൽ ചുറ്റിയിട്ട് അത് കെട്ടിക്കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടാസിൽ ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് അതിനറ്റം തന്നെ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അറ്റം വെട്ടിക്കൊടുക്കുക. നമ്മൾ ആ ജോയിൻ ആയിരിക്കുന്ന അപ്പുറത്തെ അറ്റം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ചീപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ചീപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചീകി കൊടുക്കുക. ഈ അടുപ്പുള്ള പല്ലുള്ള ഭാഗം ഉണ്ടല്ലോ ചീപ്പിൻ്റെ, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചീകി കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിലുള്ള ടാസിൽസ്. അത് കഴിഞ്ഞിട്ട് അറ്റം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെട്ടിക്കൊടുത്താൽ മതി. സൂപ്പറായിട്ട് നമുക്ക് ടാസിൽ ഉണ്ടാക്കിയെടുക്കും. ഒരു 1 hourൻ്റെ ഉള്ളിൽ ഞാനൊരു 44-50 ടാസിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഞാൻ താഴെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീകാത്തതും മുകളിലിരിക്കുന്നത് ചീകിയതുമാണ്. അതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഇനി നമ്മളൊരു സൂചി വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി പല്ലുവിൽ. ഇത് ഞാനിപ്പോൾ ഇത് തുന്നാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കളേഴ്സ് ഒന്ന് മാച്ച് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുന്നാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ത്രെഡ് വെച്ചിട്ട്, വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ തുന്നുന്നത്. ജസ്റ്റ് നമ്മുടെ സൂചി വെച്ചിട്ട് 2-3 റൗണ്ട് ഇങ്ങനെ ചുറ്റി തുന്നി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ടാസിൽ. അതായത് ടാസിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സാരി, ഉടുത്തിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സെയിം ആ ഒരു ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെയിം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസയൊക്കെ നമ്മൾ ചിലവാക്കണം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമ്മുടെ ആഗ്രഹമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് ഈ കളേഴ്സ്. ഇതിൻ്റെ കൂടെ ഒരു മൾട്ടി കളർ ബ്ലൗസും കൂടി ഇടണമായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഫുൾ ആ ഒരു ഭംഗി വരുള്ളൂ. ഈ അറ്റത്തെ മുന്താണിയിലെ ടാസിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഓഫീസിലെ ഓണം സെലിബ്രേഷനായിരുന്നു കൊടുത്തത്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോയിലും കാര്യങ്ങളൊക്കെ കാണാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.